ഹലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇൻസ്റ്റയിൽ വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് നമ്മൾ ക്രാഫ്റ്റ് പേജ് സ്റ്റാർട്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെറിയൊരു മോട്ടിവേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. നെവർ എവർ. ഈ ഒരു കോട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നല്ലതും അതേപോലെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരിക്കലും ഇട്ട നെയിം നിങ്ങൾ പിന്നെ അത് മാറ്റാൻ പാടില്ല. ഫസ്റ്റ് ഏത് നെയിമാണോ ഇട്ടത് അത് തന്നെ ആയിരിക്കണം നമ്മുടെ ബിസിനസ് അറിയപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള നെയിം തന്നെ. അത് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു നെയിം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒരുപാട് സെയിം നെയിംസ് കിട്ടും. അപ്പം ഇത് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പേജിലൊരു എന്തെങ്കിലും ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുമ്പം പിന്നീട് അത് പ്രശ്നമാവും. കാരണം നമുക്ക് ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങും. നമ്മൾ വേറൊരാളോട് നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യുകയാണ് പേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് അടിക്കുമ്പോൾ തന്നെ ഒരുപാട് നെയിംസ് വരും. അപ്പം ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ഓർഡേഴ്സൊക്കെ വേറെ പല ആൾക്കാർക്കും ആയി പോകാറ്. അപ്പോൾ എലഗൻ്റ് ആയിട്ടുള്ളൊരു നെയിം ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സെക്കൻഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഒരാളുടെ ഒപ്പീനിയൻ നിങ്ങളിതിൽ കേൾക്കാൻ പാടില്ല. ഓക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ പോകുമ്പം തന്നെ നമ്മളെ ഫാമിലീസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ എന്താ പറയുക ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാക്കും. മോട്ടിവേഷൻ ചെയ്യാൻ ഉണ്ടാകും. അതിൽ കൂടുതൽ ആൾക്കാരും നമുക്ക് ഡീമോട്ടിവേറ്റ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവർ പറയുന്നത് എന്ത് പറഞ്ഞോട്ടെ, അവർക്ക് ജസ്റ്റ് പറയാനല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെന്തും പറഞ്ഞോട്ടെ, നിങ്ങളത് കേൾക്കാൻ നെവർ മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല പിക്ചേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളുടെ ഇൻസ്റ്റയിൽ നല്ല നല്ല പിക്ചേഴ്സ് ആഡ് ആക്കാൻ നോക്കുക. അതായത് നിങ്ങളുടെ തന്നെ അതേപോലെ നിങ്ങളുടെ ബ്രദേഴ്സ്, കസിൻസ് അവരുടെയൊക്കെ പെർമിഷൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾ നല്ല നല്ല ഫ്രെയിംസൊക്കെ ആക്കിയിട്ട് നിങ്ങൾ ആഡ് ആക്കാൻ നോക്കുക. എല്ലാവർക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐഫോണോ അല്ലെങ്കിൽ നല്ല ഫോട്ടോസിൻ്റെ ക്യാമറാസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ നോക്കുക. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് നല്ല ഫോട്ടോസോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്യാമറാസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ തന്നെ സാംസങ് ഗാലക്സീൻ്റെ ഫോണിലായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയായിരുന്നു എനിക്ക് ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. നമ്മൾ എന്ത് പ്രസൻ്റ് ആക്കുന്നു എന്നതിലാണ് നമുക്ക് ഓർഡേഴ്സ് കിട്ടുക. അല്ലാതെ നമ്മൾ ഏത് ഫോണാണ് എങ്ങനെയാണ് അങ്ങനെയല്ല, നമ്മുടെ പ്രസൻറ്റേഷൻ പോലെ ഉണ്ടാകും നമുക്ക് ഓർഡേഴ്സ് വരിക. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കുക. പിന്നെ അതിൽ നമ്മൾ നല്ല നല്ല ഓർഡേഴ്സ് കാര്യങ്ങൾ, അതായത് ഓർഡേഴ്സ് ഫസ്റ്റ് തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നല്ല പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റും സ്റ്റോറിയും ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ലൊരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിനോട് നമ്മൾ ഈ ഒരു പേജ് ഷെയർ ചെയ്യാൻ പറയുമ്പം അവരിപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഇൻസ്റ്റഗ്രാം പേജ് ആണെങ്കിൽ അവരത് ഷെയർ ചെയ്യില്ല. അപ്പം നല്ലൊരു ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ എന്താക്കുക, ക്രിയേറ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് എലഗൻ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും അത് സ്റ്റോറി സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വെക്കും. അതേപോലെ എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആവാൻ നോക്കുക കേട്ടോ ഇൻസ്റ്റഗ്രാം പേജിൽ. കാരണം നമ്മൾ ഇന്നൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കില്ല അടുത്ത പോസ്റ്റ് ഇടേണ്ടത്. കാരണം നിങ്ങൾ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, കസിൻസിൻ്റെ ആയിക്കോട്ടെ, എപ്പോഴും ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ഇട്ടുകൊണ്ട് നിൽക്കുക. സെയിം ഫ്രെയിം തന്നെ ആയിക്കോട്ടെ, ഒരു ഫ്രെയിം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ തന്നെ ഫോട്ടോസ് മാറ്റിയിട്ട് നമുക്ക് വേറെ വേറെ ഫോട്ടോസ് വെച്ചിട്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ അങ്ങനെ ഇടാൻ നോക്കുക. പിന്നെ ചില ക്രാഫ്റ്റേഴ്സ് കാണാം നമുക്ക് വേറെ ആൾക്കാരുടെ പേജ് അവരുടെ ലോഗോ ഒക്കെ മാറ്റിയിട്ട് ഇടുന്നത്. അതിലും നല്ലത് നിങ്ങളുടെ പേജ് നിങ്ങൾ തെന്നാലെ ചെയ്ത വർക്കാകുമ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കാൻ വരില്ല. ശരിക്കും നമ്മുടെ വർക്ക് വേറൊരാൾ ഇടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ സങ്കടം മനസ്സിലാവുള്ളൂ. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വേറൊരാളുടേത് സ്റ്റോറി ഇടാതെ നിങ്ങൾ തന്നെ ചെയ്ത വർക്ക് തന്നെ ഫസ്റ്റ് തന്നെ ഇടാൻ നോക്കുക. പിന്നെ ഈ പറയുന്നൊരു ട്രിക്ക് എല്ലാവർക്കും സക്സസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം എനിക്ക് സക്സസ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും വർക്കൗട്ട് ആവുന്നൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ഓഫേഴ്സ് ഇടാൻ നോക്കുക. കാരണം ഓഫേഴ്സ് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുക. ഓക്കെ. അപ്പം നിങ്ങൾ കൂടുതലും ഓഫേഴ്സ് ഇടാൻ നോക്കുക. കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്കിയുള്ള ക്രാഫ്റ്റേഴ്സ് ചെയ്യുന്ന പോലെ ഒരുപാട് ഒരുപാട് റേറ്റിന് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം, അതായത് ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് വെക്കണം, ചെയ്തു കൊടുക്കണം. ഓക്കെ.
അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനും കിട്ടും. അതേപോലെ ഫസ്റ്റൊക്കെ കുറച്ച് കസ്റ്റമേഴ്സ് ആയിരിക്കും, പക്ഷേ ഈ ഒരു കസ്റ്റമർ തന്നെ നമുക്ക് പിന്നെയും ഓർഡേഴ്സ് തരും. നിങ്ങൾ ആ ചെയ്ത് കൊടുക്കുന്ന വർക്ക് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു നല്ലൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ലോഗോ തന്നെ പറയുന്നത് നമുക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലായിട്ടും അതേപോലെ തന്നെ സ്റ്റോറീസിൽ ഹൈലൈറ്റ്സിലും നമ്മുടെ സ്റ്റിക്കേഴ്സായിട്ടും ഒക്കെ നമുക്കത് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ലോഗോ ആയിട്ട് ക്രിയേറ്റ് ആക്കുക. ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് ആൾക്കാർ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇടാത്തത്. അപ്പം വൈകാതെ തന്നെ നമ്മളത് ഇടുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നല്ല ഒരു ആഡ് നിങ്ങൾ ക്രിയേറ്റ് ആക്കുക. അതായത് നല്ലൊരു നിങ്ങളുടെ തന്നെ ചെയ്ത വർക്ക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു പിൻട്രസ്റ്റിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു വാൾപേപ്പറൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഓഫേഴ്സ് ഉണ്ട്, അതേപോലെ നമ്മളൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൊഡക്ട്സൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ തന്നെ ചെയ്ത വർക്ക്സ് ഉണ്ടാവുമല്ലോ അത്. പിന്നെ അതുപോലെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, നിങ്ങളുടെ ഇൻസ്റ്റാ പേജൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ആക്കാൻ പറയുക. അതായത് ഇപ്പോൾ കോളേജിലേക്ക് പഠിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കോളേജ് ഗ്രൂപ്പ് ആയാലും നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും, അല്ലാത്തവരും ഉണ്ടാകും. അതേപോലെ തന്നെ ഇപ്പം ഹൗസ് വൈഫ്സ് ആണെങ്കിലും അവർക്ക് അറിയുന്ന റിലേറ്റീവ്സ്, ഫാമിലി ഗ്രൂപ്പിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. തീർച്ചയായും നിങ്ങൾക്കിപ്പം 10 ആളുണ്ടെങ്കിൽ അതിൽ 2 ആളായിരിക്കും സപ്പോർട്ട് ഉണ്ടാവുക, ചിലപ്പോൾ 2 ആളില്ലാത്തവരും ഉണ്ടാകും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ആക്കുക, സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ചിലപ്പം ചെറിയൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഞാനെങ്ങനെ ക്രാഫ്റ്റിലേക്ക് വന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ വീഡിയോസിലെ ഓരോ പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം മാത്രമാണ്, അല്ലാതെ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് അങ്ങനെ അല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇങ്ങനെ ചെയ്താൽ ഓർഡേഴ്സ് കിട്ടും എങ്ങനെ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടുള്ളൂ. പല ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകാണ്ട് ഞാനെല്ലാം യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതേപോലെ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഫ്രെയിമിൻ്റെ സൈസസ്, അതേപോലെ എത്ര റേറ്റ് ഇട്ടാലാണ് ഫസ്റ്റായിട്ട് നമ്മൾ എത്ര റേറ്റ് ഇടണം, അങ്ങനെയൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാകും. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് വരും ദിവസങ്ങളിൽ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.